കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാണ്. നാൾ തോറും ഭാരം ചുമക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ഭാരമെല്ലാം എടുക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? പത്രോസ്ലീഹ പറയുന്നത് പോലെ അവിടുന്ന് നമുക്കായി കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും അവിടുത്തെ മേൽ ഇടണം. പിന്നെ നമ്മൾ ചുമക്കണ്ട പ്രിയരെ. തിങ്ങി വിങ്ങുന്ന ഭാരങ്ങളും വേദനകളും സങ്കടങ്ങളും സംഘർഷങ്ങളും എല്ലാം എടുത്തു മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കട്ടെ. മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മരണത്തെയും പാതാളത്തെയും മുദ്രയും തട്ടിത്തെറിപ്പിച്ച് ദാനം ചെയ്ത എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ വ്യക്തമായി തിരിച്ചറിയണം. ആ പുനരുത്ഥാനത്തിൻ്റെ പവർ. അസാധ്യങ്ങളെ നോക്കി വിളിച്ചു പറയണം, എൻ്റെ കർത്താവിന് സകലവും സാധ്യം. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. മറിയ ചോദിച്ചത് എങ്ങനെ നടക്കും? ദൂതന് പറയാനുള്ളത്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ആ പവർ നിൻ്റെ മേൽ വന്നാൽ ഇതുവരെ നടക്കാത്ത വിഷയം നടപ്പിലാകും. ചരിത്രത്തെ കീറിമുറിക്കുന്ന സംഭവമായത് മാറും. ലോകത്തിൻ്റെ മുമ്പിൽ നീ ഒരടയാളമാകും. അത്യുന്നത ശക്തി വന്നാൽ നീ ചിന്തിക്കാത്ത വൻ കാര്യങ്ങൾ നിന്നെ നടക്കും. മറിയ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ ഭവിക്കട്ടെ. നമ്മളൊക്കെ അങ്ങനെ പറയാൻ പറ്റും. അതുവരെ നടക്കാത്തൊരു വിഷയമാണത്. കേട്ടുകേൾവി പോലുമില്ലാത്തൊരു സബ്ജക്റ്റ് റിസീവ് ചെയ്യാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുമോ? പക്ഷേ വിശ്വാസമകത്ത് വന്നാൽ അവർ വിശ്വാസത്താൽ റിസീവ് ചെയ്യപ്പെടുന്ന ഒരു വാക്തത്വത്തിലേക്ക് നടന്നെടുക്കുകയാണ് ചെയ്തത്. വിശ്വാസത്താൽ. എന്നാൽ പലപ്പോഴും നമ്മുടെ അവിശ്വാസം സാഹചര്യങ്ങളുമായി തട്ടി നോക്കിയിട്ട് പറയും ഇത് നടക്കില്ല. പരിധികളുമായി നമ്മൾ കൂട്ടിമുട്ടിച്ച് നോക്കും, സാധ്യതകളില്ല. പക്ഷേ പരിധികളും പരിമിതികളും ഇല്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്നു പകൽ നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും വെളിപ്പെട്ട് വന്നാൽ ഇതുവരെ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ വേഗത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കട്ടെ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എത്ര പേർക്ക് പ്രഖ്യാപനം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെയാണ് നമ്മൾ നോക്കി ഇറങ്ങിയത്. സകലത്തിൻ്റെയും ലാക്കും കാരണഭൂതനുമായവൻ, സകലവും ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിവുള്ളവൻ, അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവൻ ഇന്നും നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. നിങ്ങൾ ചോദിക്കും, ഇതിനെയും സാധ്യതകളെല്ലാം അടഞ്ഞില്ലേ? സമയം കഴിഞ്ഞില്ലേ? ഇത്രയും വലിയ ആഴമല്ലേ? എല്ലാവരും ഈ വിഷയത്തിന് നെഗറ്റീവല്ലേ പറയുന്നത്? പക്ഷേ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് നിരീകരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നു പകൽ
നമുക്ക് വേണ്ടി വെളിപ്പെടുകയാ. നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവസാന്നിധ്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ഭയപ്പെടാനില്ല, ഒന്നും ഭാരമാകില്ല. 78-ാം സങ്കീർത്തനം 53-ാം വാക്യം. അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. ദൈവം തൻ്റെ ജനത്തെ നടത്തിയ വിധങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. 78-ാം സങ്കീർത്തനം പരിശോധിക്കുമ്പോൾ പാറയിൽ നിന്ന് അവൻ നദികളെ അല്ലെങ്കിൽ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു. വെള്ളം നദികളെ പോലെ ഒഴുകി. മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു, പാറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകൾ കവിഞ്ഞൊഴുകി. അവർ ചോദിച്ച ചോദ്യം, മരുഭൂമിയിൽ അപ്പം തരാൻ ദൈവത്തിന് കഴിയുമോ? തൻ്റെ ജനത്തിന് ദൈവം മാംസം വരുത്തി കൊടുക്കുമോ? അവൻ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിൻ്റെ വാതിൽ തുറന്നു, തിന്മാൻ മഞ്ഞ വർഷിപ്പിച്ചു. കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് തൻ്റെ ശക്തിയാൽ അവനവർക്ക് പൊടി പോലെ മാംസത്തെ, കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും കടപ്പക്ഷികളെ വർഷിപ്പിച്ചു കൊടുത്തു. ഈ സംഭവമൊക്കെ നമുക്കറിയാം. ശത്രുവിൻ്റെ വശത്ത് നിന്ന് അവരെ വിടുവിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ ഇടപെടിയിൽ അവർ മറന്നുകളഞ്ഞു എങ്കിലും ദൈവാത്മാവിൻ്റെ സാന്നിധ്യം തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദമായി. പ്രിയരെ, മറന്നുപോയ ജനം, മാറിപ്പോയ ജനം, ചോദ്യം ചെയ്യപ്പെട്ട ജനം, എങ്കിലും ദൈവത്തോടവർ മത്സരിച്ചു. ഒത്തിരി വിടുതൽ കണ്ടിട്ടും ദൈവത്തെ ചോദ്യം ചെയ്തു. പക്ഷേ ഇവിടെ പറയുന്നു, എന്നാൽ അവൻ തൻ്റെ ജനത്തെ ആടുകളെപ്പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻ കൂട്ടത്തെ പോലെ അവരെ നടത്തി. ആടിന് മുമ്പായി നടന്ന ദൈവം, മേച്ചിലേക്ക് എത്തിച്ച ദൈവം, സംരക്ഷിക്കേണ്ട പോലെ സംരക്ഷിച്ച ദൈവം, കിടത്തേണ്ടടുത്ത് കിടത്തിയ ദൈവം, നടത്തേണ്ടതുപോലെ നടത്തിയ ദൈവം, തള്ളകളെ പതുക്കെ എടുത്തവൻ, കുഞ്ഞാടുകളെ മാർവിടത്തിൽ വഹിച്ചവൻ, ആ ദൈവം നമ്മുടെ ദൈവമാണ്. മരുഭൂമിയിലൂടെ നടന്നു വന്നപ്പോൾ തേളുണ്ട്, അഗ്നിസർപ്പങ്ങളുണ്ട്, വരൾച്ചകളുണ്ട്. എന്നാൽ ഇതൊന്നും തൊടാതെ വണ്ണം പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ, കൊണ്ടുവന്ന, ശക്തീകരിച്ച, ബലം കൽപ്പിച്ച ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽ പറയുന്ന കുറിവാക്യം ശ്രദ്ധിക്കൂ. അവൻ അവരെ നിർഭയമായി നടത്തി. അതുകൊണ്ട് അവർക്ക് പേടിയുണ്ടായില്ല. കാരണം അവർക്ക് മുമ്പേ ദൈവം പുറപ്പെട്ടു. ദഹിപ്പിക്കേണ്ടതിനെ ദഹിപ്പിക്കാൻ, ചാമ്പലാക്കേണ്ടതിനെ ചാമ്പലാക്കാൻ, കരിക്കേണ്ടതിനെ കരിക്കാൻ, നിശ്ചലമാക്കേണ്ടത് നിശ്ചലമാക്കാൻ, തുറക്കേണ്ടടുത്ത് തുറക്കാൻ, തുറക്കത്തില്ലെന്ന് ചിന്തിച്ച അതേ മരുഭൂമിയിൽ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നില്ലേ? തീക്കൽപ്പാറയിൽ നിന്ന് ജലം ചാടി പുറപ്പെടുവിച്ചില്ലേ? കിഴക്കൻ കാറ്റടിപ്പിച്ച് ആവർത്തിച്ച് പറയുന്നു, കടപ്പക്ഷിയെ വർഷിപ്പിച്ചു കൊടുത്തില്ലേ? എവിടെ ഇത് നടക്കുമെന്ന് മോശ ചോദിച്ചില്ലേ? എത്ര മത്സ്യത്തെ പിടിച്ചു കൂട്ടുമെന്ന് ചോദിച്ചില്ലേ? ഇവർക്ക് വേണ്ടി എത്ര മാടുകളെ അറക്കുമെന്ന് ചോദിച്ചില്ല. അവിടൊക്കെ ദൈവം ചെയ്തത് ഏറ്റവും ടോപ്പായ കാര്യമാണ്. മരുഭൂമിയിലൂടെ അവരെ നടത്തി. അതുകൊണ്ട് അവർക്ക് പേടിയുണ്ടായില്ല. പ്രിയരെ, മരുഭൂമിയിൽ വഴിയില്ല, നിർജ്ജനമാണ്. പക്ഷെ അവിടെ പേടി കൂടാതെ നീ നടന്നത്. അനേകം മരുഭൂമിയുടെ അവസ്ഥയിൽ നീ പോയപ്പോൾ അവിടെ തളരാഞ്ഞത്
കഴിവ് കൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, എക്സ്പീരിയൻസ് കൊണ്ടല്ല, നിനക്ക് മുമ്പായി ഒരുവൻ പുറപ്പെട്ടു. അതുകൊണ്ടാണ് പേടികൂടാതെ സകല പ്രതികൂലങ്ങളെയും ജയിച്ച് കരുത്തോടെ തൻ്റെ ജനം മുമ്പോട്ട് വന്നതെന്ന് ഇന്നു പകൽ മറന്നുപോകാതെ ദൈവം പാകെ മുട്ടുമടക്കിയിട്ട് പറയപ്പച്ച, ഞങ്ങൾ പോയ മരുഭൂമിയിൽ നടന്നു വന്ന വഴിത്താരകളിൽ വന്ന തേള്, പാമ്പ്, ഹിംസ്ര ശക്തികൾ, ദുഷ്ടൻ്റെ വെല്ലുവിളികൾ, ഇതൊന്നും ഞങ്ങളെ തൊടാതെ ഇതിനകത്തൂടെ ഞങ്ങളെ സ്മൂത്തായി നടത്തിയ, ഞങ്ങൾക്ക് മുമ്പായി പുറപ്പെട്ടു പാത കാണിച്ചു തന്ന വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ ശക്തീകരിച്ച ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? അടുത്ത് നോക്കൂ, അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. നിങ്ങളെ മൂടിക്കളയുമെന്ന് ചിന്തിച്ച സമുദ്രം ഇപ്പോൾ അവരുടെ മുമ്പിലില്ല. അതുകൊണ്ടാണ് 114 സങ്കീർത്തനം പറയുന്നത്, സമുദ്രമേ നീ ഓടുന്നതെന്താ, യോർദാനേ നീ പിൻവാങ്ങുന്നതെന്താ. ഇന്ന് പോലും ധൈര്യത്തോടെ പറയാൻ കഴിയത്തില്ല, എത്രയോ സമുദ്രങ്ങൾ ഒഴുക്കിക്കളയുവാൻ, മുക്കിക്കളയുവാൻ, തകർത്ത് കളയുവാൻ, നിലനിൽപ്പ് അപകടത്തിലാക്കുവാൻ നിർത്തത്തില്ലെന്ന് പറഞ്ഞ സമയത്തൊക്കെ ദൈവം ഞങ്ങൾക്കെതിരെ നിന്ന ശക്തികളെ തകർത്ത് ഞങ്ങളെ സമുദ്രത്തിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തെന്ന പോലെ ആഴിയിലൂടെ നടത്തിയ ദൈവം ഞങ്ങൾക്ക് മുമ്പായി പുറപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഭയം വന്നില്ല. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, ഞാൻ നൽകുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉറപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ ഭയപ്പെട്ടില്ല. എത്രയോ തവണ ഭയപ്പെടാൻ സാധ്യതയുള്ളപ്പോൾ, സാഹചര്യങ്ങളെതിരായപ്പോൾ നമ്മളെ ശക്തീകരിച്ച ദൈവത്തിന്, നടത്തിയ ദൈവത്തിന്, കൊണ്ടുവന്ന ദൈവത്തിന്, ഭയം കൂടാതെ മൂവ് ചെയ്യിപ്പിച്ചവന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പകൽ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. നിങ്ങളുടെ മഹത്വമുള്ള വചനത്തിനായി സ്തോത്രം. ആട്ടിൻകൂട്ടത്തെ പോലെ ഞങ്ങളെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ നടത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയം വന്നില്ല. അവിടെ ഞങ്ങളെ മാർവിടത്തിൽ വഹിച്ചതുകൊണ്ട് ഞങ്ങൾ കർത്താവ് പേടിച്ചില്ല. എത്തിക്കേണ്ടടുത്ത് ഞങ്ങളെ എത്തിക്കുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം, തുറക്കുന്ന ദൈവം, വരുത്തി തരുന്ന ദൈവം, ചിലതിനെ നിശ്ചലമാക്കുന്ന ദൈവം, ആഴിയിൽ പാതയൊരുക്കിയ ദൈവം ഇന്നും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഭയപ്പെടുന്നില്ല. അനേകം മരുഭൂമിയുടെ അവസ്ഥയിൽ ഞങ്ങൾ കടന്നുപോയപ്പോൾ അവിടെയും ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന് സ്തോത്രം. ബലം കൽപ്പിച്ച ദൈവത്തിന് സ്തോത്രം. സൗഖ്യം നൽകിയതിന് സ്തോത്രം. വിടുതൽ നൽകിയതിന് സ്തോത്രം. വാതിലുകൾ തുറന്നതിന് സ്തോത്രം. ആത്മാവിൽ ഞങ്ങളെ ശക്തീകരിച്ചതിന് സ്തോത്രം. പ്രാർത്ഥനയെ ഞങ്ങൾക്ക് കരുത്ത് നൽകുന്നതിന് സ്തോത്രം. ഈ ബലത്തോടെ മുമ്പോട്ട് പോകാൻ ഞങ്ങളോട് പറഞ്ഞതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക. നമുക്ക് മുമ്പായി കർത്താവ് പുറപ്പെട്ടു. അതുകൊണ്ട് ഭയമില്ലാതെ, പേടി കൂടാതെ മുൻപോട്ട് പോകാൻ അവിടെ നമ്മെ ഇടയാക്കി. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.